ഹായ്, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. നമ്മളെ ജീവിതത്തിൽ എല്ലാവരും സ്നേഹിക്കണമെന്നൊന്നുമില്ല. എന്നാൽ ചിലർ നമ്മുടെ ജീവിത വിജയത്തിൽ സന്തോഷിക്കും. ചില വ്യക്തികളാകട്ടെ നമ്മിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മളെപ്പോലെ വളരാൻ ശ്രമിക്കും. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അവർ നമ്മുടെ പതനം ആഗ്രഹിക്കുന്നവരാണ്. ഇവർ നിരന്തരം അവരുടെ അസൂയയുടെ മല വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മെ വലിച്ച് നിലത്തിടാൻ വേണ്ടിയിട്ട് ഇവരുടെ കരങ്ങൾ സജ്ജമാണ്. പക്ഷെ പലപ്പോഴും നമുക്കവരെ തിരിച്ചറിയാൻ പറ്റുകയില്ല. കാര്യം നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന മട്ടിലോ അടുത്തൊരു ബന്ധു എന്നുള്ള മട്ടിലോ ആയിരിക്കും ഇവർ കാണപ്പെടുക. ഇവർ ചിലപ്പോൾ വളരെ മധുരമായിട്ട് സംസാരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനെന്നുള്ള മട്ടിൽ വന്നുകൊണ്ടോ നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്ന പ്രവൃത്തികളോ അല്ലെങ്കിൽ വാക്കുകളോ പറഞ്ഞ് നമ്മളെ കരകാണ കയത്തിലേക്ക് തള്ളിയിട്ടു എന്ന് വന്നേക്കാം. ഒരു വ്യക്തി നമ്മുടെ നാശം ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളെ തിരിച്ചറിയേണ്ടത് നമ്മുടെ കടമയാണ്. അത് തിരിച്ചറിയാൻ വൈകുന്തോറും നമ്മൾ നാശത്തിൻ്റെ അഗാധതയിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മനസമാധാനത്തെയും ബന്ധങ്ങളെയും ശാന്തിയെയും എല്ലാം ബാധിക്കുന്ന ഇക്കൂട്ടരെ നേരത്തെ കണ്ടെത്തുകയും അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തെ കാർന്നു തിന്നാൻ കൊതിച്ചിരിക്കുന്ന വിഷലിപ്തമായിട്ടുള്ള ബന്ധങ്ങളെ നമുക്ക് തിരിച്ചറിയാനും അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുമുള്ള മാർഗങ്ങളാണ് പറയുന്നത്. ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടുന്ന പരമപ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ മകള് സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലായ കുട്ടിയാണ്. അവൾ ഡാൻസ്, പാട്ട്, അവളുടെ ചില ആക്ടിങ് പോർഷൻസ് ഇതൊക്കെ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒരുപാട് അഭിനന്ദന പ്രവാഹം അതിന് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു നാട്ടിലെ ഒരു ചെറിയ സ്റ്റാറായിട്ട് ആ കുട്ടി മാറുകയാണ്. അങ്ങനെ ഇരിക്കെ കുറച്ച് അടുത്തായിട്ട് ഏതോ ഒരു അക്കൗണ്ടിൽ നിന്ന് നിരന്തരമായിട്ട് ഈ കുട്ടിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തികച്ച അവഹേളിക്കുന്ന തരത്തിൽ മെസ്സേജുകൾ വരികയാണ്. ഒന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ അടുത്ത വ്യാജ അക്കൗണ്ടിൽ നിന്ന് വരും. അങ്ങനെ പലവട്ടമായി ഇവർ ചില കംപ്ലൈൻറ്റുകളൊക്കെ കൊടുത്തെങ്കിലും വലിയ പ്രയോജനമൊന്നും കിട്ടിയില്ല. ഇത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം തൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോവുകയാണ്. അവിടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരൻ്റെ ഇളയ മകൻ ഒരു മൊബൈലുമായിട്ട് അവിടെ വരികയാണ്. അപ്പോൾ ആ കുട്ടി ഓരോ വീഡിയോ ഒക്കെ കണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ആ അക്കൗണ്ടിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് തൻ്റെ മകളെ നിരന്തരമായിട്ട് പുലഭ്യം പറയുന്ന ആ വ്യക്തിയുടെ അക്കൗണ്ടായിരുന്നു ഇത്. അതായത് ഈ സഹോദരൻ്റെ ഭാര്യയാണ് ഈ കുട്ടിയെ ഇങ്ങനെ മോശപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാണുമ്പോഴാട്ടെ വലിയ സ്നേഹത്തോടെ പെരുമാറ്റവും. ഇത് കണ്ട് ഇദ്ദേഹം വല്ലാതെ തകർന്നുപോയി. പിന്നീട് അതിനെ ചൊല്ലി കുറേയധികം സംഘർഷങ്ങളൊക്കെ ഉണ്ടായി. ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയാണ് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. ഇതെങ്ങനെയാണ് മനുഷ്യർക്ക് ഇപ്രകാരം ആകാൻ സാധിക്കുക എന്നൊക്കെ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരിൽ ഇത്തരം ടോക്സിക് ആയിട്ടുള്ള രണ്ട് തരം പെരുമാറ്റങ്ങളുള്ളവരുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ വളർന്ന് വലുതാകുന്നത് അത്ര ഇഷ്ടമല്ല, തന്നെക്കാൾ മുമ്പ് പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ നമ്മളെ തളർത്താനോ അല്ലെങ്കിൽ വലിച്ച് താഴെയിടാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കൂട്ടരുണ്ട്, അവർ വലിച്ച് താഴെയിടുകയല്ല ചെയ്യുന്നത്, നമ്മളെ അപ്പാടെ നശിപ്പിക്കുന്ന തരത്തിൽ, നമ്മളെ മുടിപ്പിച്ച് കളയുന്ന തരത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളും പറയേണ്ട എനിക്ക് അത്ര ഒരു ശത്രു ഇല്ല എന്ന്. എവിടെയോ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മുടെ നല്ല മനസ്സുകൊണ്ട് ഇത്തരം ആൾക്കാർ ഇല്ലാതാകുന്നില്ല. കാരണം ദുഷിപ്പുമായിട്ട് ഒട്ടേറെ പേർ ചുറ്റുപാടുകളിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത്തരക്കാരെ തിരിച്ചറിയുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ വിജയത്തിൽ ഇവർക്ക് സന്തോഷിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു നല്ല നേട്ടം കൈവരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ അഭിനന്ദിക്കും, മറ്റുള്ളവർക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അവർ അതൊക്കെ ഷെയർ ചെയ്ത് സന്തോഷിക്കും. എന്നാൽ ഈ ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മളടുത്ത് അസൂയ പുലർത്തുന്ന വ്യക്തിയുടെ ഉള്ളു കത്തുകയാണ്. മുഖത്ത് അധികം സന്തോഷം വരില്ല. എന്തോ കയ്പുനീര് കുടിച്ചതുപോലെയുള്ള ഭാവം ഒരു നിമിഷാർത്ഥത്തിലേക്കെങ്കിലും അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ചിലപ്പോൾ ഒരു ദീർഘനിശ്വാസം ഇവർ പുറപ്പെടുവിക്കുന്നത് കാണാം. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജോലി കിട്ടിയെന്ന് നിങ്ങളൊരാളത്ത് പറഞ്ഞു എന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയും, ഓ സന്തോഷം, ദൈവം നിന്നെ കടാക്ഷിച്ചു, ഇങ്ങനെയുള്ള വാക്കുകളായിരിക്കും പറയുക. മറ്റേയാൾ ഒന്ന് ചിരിക്കും, സന്തോഷമൊന്ന് ഭാവിക്കും, എന്നിട്ട് ചോദിക്കും ഈ ജോലിയായിരുന്നോ നിനക്ക്? ഇതത്ര പാകപ്പെട്ട ജോലിയൊന്നും അല്ല കേട്ടോ, ഭയങ്കര പ്രയാസമാണ് ഈ ജോലി. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അവൻ ഈ മേഖലയിൽ നിന്നിട്ട് അത് വയ്യാണ്ട് അവൻ ആ ജോലി രാജിവെച്ചു എന്ന് പറഞ്ഞു. ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ ഉണ്ടാവും കേട്ടോ, നീ സൂക്ഷിക്കണം. പിന്നെ ഈ ജോലിയിൽ അത്ര ശമ്പളമൊന്നും കിട്ടിയില്ല,
ഇതിനേക്കാളും വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്നതാണ് നിനക്ക് നല്ലത്, ഇത് സ്റ്റാറ്റസ് കുറഞ്ഞ ജോലിയാണ്. ഇങ്ങനെയൊക്കെ ഇവർ പറയും. നമ്മുടെ അഭ്യുദയകാംക്ഷിയായിട്ടുള്ള ഒരാള് ഇത് തികച്ചും വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന, നമ്മളെ നിരാശപ്പെടുത്തുന്ന തരത്തിലായിരിക്കും നമ്മളെ വലിച്ചു താഴെയിടാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കാത്ത വ്യക്തി സംസാരിക്കുക. ഇങ്ങനെ നെഗറ്റീവ് കാണുന്നവർക്ക് നിങ്ങളുടെ നേട്ടം ഒരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല. അവരുടെ ഉള്ള് വിഷം കൊണ്ട് നിറഞ്ഞു കവിയുകയായിരിക്കും. ഇവർ അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരടുത്ത് പറയാണ്, അവന് ജോലി കിട്ടിയത് കൈക്കൂലി കൊടുത്തിട്ടാ, വേറൊരാൾ സഹായിച്ചത് കൊണ്ട് മാത്രം അവന് ജോലി കിട്ടിയതാ എന്നൊക്കെ ചിലപ്പം പറഞ്ഞു നടന്നേക്കും. മാത്രമല്ല, നിങ്ങളുടെ ജോലി തെറിപ്പിക്കാൻ വേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി ഇവർ ആസൂത്രണം ചെയ്തു വെക്കും. ചില രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ, അല്ല ചില ഊമക്കത്തുകളൊക്കെ ഓഫീസിൽ അയക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് വന്നേക്കും. അതുകൊണ്ട് തന്നെ നമ്മളടുത്ത് സന്തോഷം പങ്കിടുന്നവരെയും നമ്മളെ ഉപദേശ രൂപേണ ചില പ്രത്യേക തരത്തിൽ തളർത്താൻ ശ്രമിക്കുന്നവരെയും നമ്മൾ വാച്ച് ചെയ്യണം. നിങ്ങളൊരു ബിസിനസ്സിൽ പരാജയപ്പെട്ടു എന്ന് വന്നേക്കട്ടെ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയും, അയാൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ പറയുന്നത്, പോട്ടെ ബിസിനസ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്, നമുക്ക് ഈ വഴിയുടെ സഞ്ചരിച്ചാൽ കുറച്ച് നേട്ടം വരും, ഞാനും കൂടെ നിന്നെ സഹായിക്കാം, അല്ലെങ്കിൽ ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം എന്നായിരിക്കും അയാൾ പറയുന്നത്. പക്ഷെ അസൂയക്കാരൻ പറയുന്ന ഇങ്ങനെയായിരിക്കും, ഞാൻ അന്നേ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇതൊക്കെ പൊളിഞ്ഞ് പാളീസാവാനുള്ള തന്ത്രമാണെന്ന്. അല്ലെങ്കിൽ പറയും, നിന്റെ ബിസിനസ് ഇനി എന്തൊക്കെയായാലും ശരിയാവില്ല, നീ ഒരിക്കലും നന്നാവാൻ പോണില്ല എന്നൊക്കെ ഇവർ നമ്മുടെ മുഖത്ത് നോക്കി ചിലപ്പോൾ സംസാരിച്ചു എന്നിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് നമ്മൾ വിജയിച്ച് പോവുകയാണെങ്കിൽ ഇവർ രഹസ്യമായിട്ടായിരിക്കും നമ്മളെ നിരീക്ഷിക്കുക. നമ്മളൊരു പരാജയത്തിലേക്ക് പെട്ടുപോകുമ്പം ഇവർ പെട്ടെന്ന് സന്തോഷിച്ചിട്ട് കുത്തുവാക്കുകൾ പറയാൻ വേണ്ടിയിട്ട് ഓടിയെത്തും. വിജയിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ ഈ പ്രകടനം കാണിക്കില്ല കേട്ടോ, എങ്കിൽ നമ്മൾ അവരെ മൈൻഡ് ചെയ്യില്ല, അകറ്റി മാറ്റുമെന്ന് അവർക്കറിയാം. പക്ഷേ നമ്മളുടെ ഒരു പാളിച്ച ഉണ്ടാകുമ്പോൾ ഇവർ ആദ്യം വാളുകൊടുത്ത് വരും. മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരു പരാജയം നേരിട്ടു എന്ന് പറയുമ്പോൾ ഇവരുടെ മുഖത്തൊരു ഗൂഢമായ ചിരി വരുന്നത് കാണാം. ഇവർക്ക് വലിയ സങ്കടമൊന്നും തോന്നില്ല. നിങ്ങൾ വളരെ സങ്കടത്തോടു കൂടിയായിരിക്കും അവരുടെ ആ കാര്യം പറയുന്നത്. അവരുടെ മുഖത്തൊരു വിഷമതയും വരില്ല. മാത്രമല്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ഭേദിച്ചിട്ട് അവർ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. ഒട്ടും വില തരില്ല നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിന്. നിങ്ങളുടെ വിഷമം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷേ അവർക്ക് വേറെ എന്തെങ്കിലും തൊഴിലുണ്ട് എന്നുള്ള മട്ടിൽ കടന്നു പോകും. കാര്യം ഇവർ ഉള്ളിൽ നനച്ചു വെച്ചിരിക്കുകയാണ്, ഇവനിതൊക്കെ തന്നെ വരണം, ഇതാണ് എനിക്ക് സന്തോഷം എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ നിങ്ങളുടെ ഈ പരാജയത്തിന് പിന്നിൽ അവർ ചില നൂലുകളികളും നടത്തിയിട്ടുണ്ടാവും. അത് നമ്മൾ സംശയിക്കണം. രണ്ടാമത്തെ കാര്യം, ഇത്തരക്കാർ നമ്മളെ നിരന്തരം മാനസികമായിട്ട് അടിപതർപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ പ്രായത്തിൽ ഞാനൊരു വീട് വാങ്ങിച്ചു, നിന്റെ പ്രായത്തിൽ ഞാനൊരു കാറ് മേടിച്ചു എന്നിങ്ങനെ താരതമ്യം ചെയ്ത് ഇവർ സംസാരിക്കും. മാത്രമല്ല, നിങ്ങളുടെ കഴിവുകളെ ഇവർ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കില്ല. ഒരു വ്യക്തി നിങ്ങളുടെ കഴിവുകളെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചു, നമ്മുടെ പാരൻസ് ആവട്ടെ ആരെങ്കിലുമൊക്കെ ആള്, പക്ഷെ നിങ്ങളൊട്ടും വളരുന്നില്ല. അത് കണ്ടിട്ട് സങ്കടത്തോടെ പറയും, എടാ നീ ഒന്ന് ശ്രദ്ധിക്കണം, നിന്റെ പ്രായത്തിൽ ഞാനൊക്കെ എങ്ങനെയാണ് ജീവിച്ചു വന്നത്, നിന്നെക്കാലം നേട്ടം ഉണ്ടാക്കി എന്ന് അവർ ദുഃഖത്തോടെ പറയുന്നത് പോലെയല്ല. ഇവർ നിങ്ങളെ കുത്താൻ വേണ്ടിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത വ്യക്തികളായിരിക്കും അവർ. നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ താരതമ്യം ചെയ്ത് നമ്മളെ തളർത്തുന്നതിന് പകരം, നിനക്ക് ഇന്ന കഴിവുകളുണ്ട്, അതുകൊണ്ട് തന്നെ നിനക്ക് ഈ രീതിയിൽ വളരാൻ പറ്റും, ഇപ്പോഴും നിനക്ക് ചില തിരിച്ചടികളൊക്കെ ഉണ്ടായി, പേടിക്കണ്ട, നിനക്ക് വളരാനുള്ള അവസരങ്ങൾ ഇന്ന മാർഗത്തിലൂടെ കിട്ടും എന്നുള്ള രീതിയിൽ നമ്മളെ ഒന്ന് പ്രചോദിപ്പിച്ചു കൊണ്ടുവരും. ചിലപ്പോൾ ചില വഴക്കുകളും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് ഇവർ നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും. മറ്റുള്ളവർ നമ്മുടെ വീഴ്ചകളിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കടപ്പെടും. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ രഹസ്യങ്ങൾ ഇവർ ആയുധമാക്കും എന്നുള്ളതാണ്. നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി ചില കാര്യങ്ങൾ ഈ കൂട്ടരടുത്ത് പറഞ്ഞു എന്ന് വെച്ചോ, നിങ്ങൾ ഇതൊരു നല്ല സുഹൃത്താണ്, നല്ല ബന്ധുവാണ് എന്നൊക്കെ കരുതിയിട്ടാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ആ രഹസ്യത്തെ ഒരു ബോംബാക്കാൻ ഇവർക്ക് കഴിവുണ്ട്. നിങ്ങളോട് ഒരു വാക്ക് തർക്കം ഉണ്ടായാൽ ഇവർ ആദ്യം വിളിച്ച് പറയുന്നത് ഈ രഹസ്യമായിരിക്കും. മാത്രമല്ല, നിങ്ങളടുത്ത് ആരുടെടുത്തും പറയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ രഹസ്യം പിന്നീട് നാട്ടിൽ പാട്ടാക്കുന്നതും ഇവർ തന്നെയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ പറഞ്ഞ രഹസ്യം ഉണ്ടല്ലോ, അത് വെച്ച് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചേക്കും. മാത്രമല്ല, നിങ്ങളെ കുറ്റപ്പെടുത്താനും നിങ്ങൾ പറഞ്ഞ രഹസ്യം തന്നെ ഇവർ ഉപയോഗിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നവരെ നമ്മളൊന്ന് മാറ്റി നടത്തണം. കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇവർ ഒരു ഗുണവും ചെയ്യില്ല. മാത്രമല്ല, ഒരുപാട് നഷ്ടങ്ങൾ ഇവർ മൂലം നമുക്ക് വന്നു ചേരും. നാലാമത്തെ കാര്യം, ഇവർ നെഗറ്റീവ് ഊർജം നൽകുന്നവർ എന്നുള്ളതാണ്. അതെ, നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും കൊള്ളില്ല, അത് കഴിയില്ല, നിന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ കഴിവുകേടും ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തിനോ നമ്മുടെ പാരൻസിനോ ആർക്കെങ്കിലുമൊക്കെ തിരിച്ചറിയാമെങ്കിൽ ചില കാര്യങ്ങളിൽ അവർ നിരുത്സാഹപ്പെടുത്തും.
കാര്യം അവർക്കറിയാം ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ കൈപൊള്ളും, ഇവൻ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതെന്ന്. എന്നാൽ നമ്മളെ നിരന്തരം നിരുത്സാഹപ്പെടുത്തുന്ന ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം അത്ര നല്ലതായിരിക്കില്ല. കാര്യം നമ്മളെപ്പോഴും മാനസികമായിട്ട് തളർത്താൻ വേണ്ടിയിട്ട് നീ കഴിവ് കേട്ടവനാണ്, നിന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഞാനായിരുന്നെങ്കിൽ ഈ സമയത്ത് ഇന്ന നിലയിലെത്തിയനെ എന്നുള്ള രീതിയിൽ നമ്മളെ താഴ്ത്തിക്കെട്ടുകയും മറ്റേയാൾ വളരെ ഉയരത്തിൽ നിൽക്കുന്ന തരത്തിൽ പെരുമാറുകയും ചെയ്യും. ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് ശരിയാണ്, അവൻ പറയുന്നത് ഞാൻ കഴിവ് കുറഞ്ഞവനാണ്, എന്നെ കൊണ്ടൊന്നും ഇത് കഴിഞ്ഞില്ല എന്ന് വന്നേക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ധാരണ ഉറപ്പിക്കാൻ ഇത് കാരണമാകും. ഇങ്ങനെ നിരന്തരം നമ്മളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. ഇവർ നമ്മുടെ ഉയർച്ചയൊന്നുമല്ല കാക്ഷിക്കുന്നത്, പകരം നമ്മുടെ നിലനിൽപ്പിനെ അവതാളത്തിലാക്കാനുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, ഇവർ നമ്മുടെ നല്ല ബന്ധങ്ങളെ തകർക്കാൻ ശ്രമിക്കുമെന്നാണ്. അതായത് നമുക്ക് എവിടെന്നെങ്കിലും ചില സഹായ സഹകരണങ്ങളൊക്കെ കിട്ടുന്നു, നമുക്ക് ചില നേട്ടങ്ങൾ ചില വ്യക്തികൾ കൊണ്ടുവരുന്നു, ഇതൊക്കെ ഇവർ നോട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് നമ്മളെക്കുറിച്ച് കുറെ കുറ്റം പറയുക, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് സഹായം ചെയ്യുന്ന ആളിനെ കുറിച്ച് അയാൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് അവതരിപ്പിക്കുക. അങ്ങനെ വ്യക്തിബന്ധങ്ങളിൽ ഒരുപാട് വിള്ളലുകൾ വീഴ്ത്താൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബന്ധവും നഷ്ടപ്പെടും, അതുമൂലം നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായി വരും. നമ്മുടെ അടുത്ത് ഇങ്ങനെ അനാവശ്യമായിട്ടൊരു വ്യക്തിയെക്കുറിച്ച് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്നും നമ്മളൊന്ന് ഒഴിഞ്ഞു നിൽക്കണം. കാരണം ഇവരിലും നമ്മെ നശിപ്പിക്കാനുള്ള ചില പ്രവണതകൾ ഉണ്ടായി വന്നേക്കാം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുകയും മറ്റുള്ളവരുടെ അടുത്ത് നമ്മളെ മോശമായിട്ട് പറയുകയും ചെയ്യും എന്നുള്ളതാണ്. അതായത് വളരെ പാവത്വം നടിച്ച് നമ്മളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഇവർ മനസ്സിലാക്കും. എന്നിട്ട് അയ്യോ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു പാവം തന്നെ എന്നൊക്കെ രീതിയിൽ നമ്മളെ കൂടെ നിന്ന് ഒരു ആശ്വസിപ്പിക്കുന്ന മട്ടിൽ പറയും. എന്നിട്ട് നാട്ടുകാരടുത്ത് ചെന്നിട്ട് ചില വ്യക്തിത്വങ്ങളുടെ അടുത്ത് ഇത് ഇത്തരം പരദൂഷണങ്ങളൊക്കെ കേൾക്കാൻ നിൽക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ട് ഇയാൾ ഇങ്ങനെ മോശമാണ്, ഇയാളെ കൊണ്ട് ഇതിനൊക്കെ കഴിയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ പോലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. ഇത്തരക്കാർ ഒരിക്കൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ വിശ്വസിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് പ്രധാനം. വീണ്ടും നിങ്ങളെ വിശ്വസിച്ച് അവരുടെ അടുത്ത് ബന്ധം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നാശത്തിന്റെ പടുകുഴിയിലേക്ക് പോകും. ഇവിടെ ഒരു കുഴപ്പം പറ്റുന്നത് എന്താണ്, നമുക്ക് ഈ പറയുന്ന വ്യക്തി നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും, ചിലപ്പോൾ സഹോദര തുല്യനായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. പക്ഷേ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം ഒരു പ്രവണതയുള്ള ആളിൽ നിന്ന് മാറി നടന്നേ പറ്റുള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നുള്ളതാണ്. ഇതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം വിദേശത്തൊക്കെ അങ്ങനെ പോകാൻ പോകുന്നു, അപ്പോൾ നല്ലൊരു വിസയൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ പോകാൻ നേരത്ത് ഇയാൾ മണത്തറിഞ്ഞിട്ട് എത്തിയിട്ട് പറയും നീ അത് പോകരുത്, അവിടെ വലിയ പ്രശ്നമാണ് എനിക്കറിയാം എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കും ഇയാൾ പറഞ്ഞതിൽ വല്ല വാസ്തവം ഉണ്ടോ എന്ന്. നമ്മൾ മറ്റുള്ളവരുടെ അന്വേഷിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അതിൽ ഇയാൾ പറഞ്ഞതിൻ്റെ അത്ര കുഴപ്പമൊന്നുമില്ല, ഇവിടെ കറക്റ്റാണ്, നല്ലതാണ്, സേഫാണെന്നൊക്കെ മനസ്സിലാവുന്നു. പക്ഷേ ഇയാൾ ഒരിക്കലും അത് സമ്മതിച്ചിട്ടില്ല. നീ പോയേക്കരുത്, നിന്റെ പ്രശ്നമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും. അവസാനം നമ്മുടെ ഉള്ളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാവും. നമുക്ക് കുറച്ച് പണച്ചെലവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇയാളുടെ നിരന്തരമായിട്ടുള്ള ഈ പറച്ചിൽ കാരണം അവസരം നമ്മൾ ഈ യാത്ര ഉപേക്ഷിക്കും. ഇത് നോക്കിയിട്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്. മാത്രമല്ല നമ്മുടെ അടുത്ത് പറയുക മാത്രമല്ല, നമ്മുടെ ബന്ധുക്കളുടെ അടുത്തും മറ്റുള്ള അടുത്തും എല്ലാം ചെന്ന് പറയും ആ പയ്യനെ കണ്ടില്ലേ, അവൻ തുലയാൻ വേണ്ടി പോവുകയാണ്, അവളെ കണ്ടില്ലേ, അവൾ എടുക്കുന്ന തീരുമാനം തെറ്റാണ്, ഇതോടുകൂടി നാശത്തിലേക്ക് ഇവർ ചെന്ന് വീഴും എന്നുള്ള മട്ടിൽ നമ്മുടെ ബന്ധുക്കൾക്കും നമ്മൾ ആരടുത്താണ് ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്ന ആളിൻ്റെ അടുത്ത് പോലും പറഞ്ഞ് അവരെ കൊണ്ടുപോലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചു എന്ന് വരും. ഇത്തരക്കാരെ ഒരിക്കൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാറിക്കൊള്ളണം. കാര്യം നിങ്ങളുടെ ഏത് നല്ല കാര്യത്തിലും ഇവർ ഇടം കോലിട്ടേക്കും, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ തിരിച്ചറിഞ്ഞാൽ തന്നെ അയാൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു റിലേഷൻപ്പെട്ട ആളാണെങ്കിൽ നമുക്ക് അയാളെ പൂർണ്ണമായിട്ടും വലിച്ചെറിഞ്ഞു പോകാൻ പറ്റുകയൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം എന്നുള്ളതാണ്. ഈ പറയുന്ന വ്യക്തി ശരിയല്ല, ഇയാൾക്ക് എൻ്റെ നാശം മാത്രമാണ് ഇഷ്ടം, ഞാൻ ഇയാളുടെ ഉപദേശങ്ങളുടെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഒരു വഴിയാധാരമായി മാറും എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വേണം. അല്ലാതെ ഒരു അടിമയെ പോലെ ഇയാൾ മോശമാണ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് അനുസരിച്ചല്ലേ പറ്റുള്ളൂ എന്നുള്ള ഒരു മനോഭാവത്തിൽ അയാളുടെ എല്ലാ പീഡനങ്ങളെ ഏറ്റുവാങ്ങി നമ്മൾ നിൽക്കാൻ തുനിയരുത്. കാരണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു അടിമയായി മാറും. മറ്റത് നമുക്കൊരു ബോധ്യമുണ്ട്, ഏതെങ്കിലും ഒരു തക്കം കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ശക്തി ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ഈ ബന്ധത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് നിന്നോ നമുക്ക് മാറാനുള്ള അവസരം കിട്ടിയേക്കും. നമ്മളെ മനസ്സ് അടിമപ്പെട്ടു പോയാൽ
പിന്നെ ഒരിക്കലും നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഇനി നമ്മുടെ അടുത്ത ബന്ധുവല്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ഒരാളാണെങ്കിൽ അധികമൊന്നും വൈകിയേക്കരുത്. ഇത്തരം ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നാശനഷ്ടങ്ങൾ എണ്ണി തീർക്കാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം ഇത് ഒരുപാട് പേര് കാണുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് വരുന്നത്, എൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ മറ്റൊരു വിഷയത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയ്ക്കും ബായ്.